ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബാബു മാ യജിബു ഫീഹി സക്കാത്തു, ഏതൊന്നിൽ സക്കാത്ത് നിർബന്ധമുണ്ടോ അങ്ങനെയുള്ളതായ വസ്തുക്കൾ പറയുന്ന ബാബു. അൽ ഫസ്ലുൽ അവ്വലു അൻ നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ തിരുദൂതർ പറയാണ്, ലൈസ ഫീമാ ദൂന ഹംസത്തി ഔസുഖിൻ മിന തംരി, കാരക്കയിൽ നിന്ന് 5 വസ്കിൻ്റെ താഴെയുള്ളതിലില്ല എന്തില്ല, സദഖത്തുൻ, സക്കാത്തില്ല. ഖുർആനും ഹദീസൊക്കെ സദക്കാൻ ചിലതൊക്കെ പ്രയോഗിച്ചത് ഇതിനെ പറ്റിയാണ്, സക്കാത്തിനെ പറ്റിയാണ്. ഇന്നമ സദഖാത്തുൽ ഫുഖറാ എന്നൊക്കെ അല്ലേ. ഈ വസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സായിന് ഒരു വസ്ക് അറിയാം. 5 വസ്ക് വരുമ്പോൾ 600 സാഴ് ഉണ്ടാവും. അഥവാ ഫുഖഹാ കഴിവാർത്തിന് അങ്ങനെ 600 സാഴ് 300 സാഴ് ഇങ്ങനെ പറയല്ലേ. തൊലില്ലതാണെങ്കിൽ 600 സാഴ്, തൊലില്ലാത്താണെങ്കിൽ 300. കാരക്കൊക്കെ തൊലില്ല, അതുകൊണ്ട് എന്ത് പറഞ്ഞു 300 സാഴ്. അതാണല്ലോ 5 വസ്ക് കാരണം, മറ്റേ 10 വസ്കാണ്. വലൈസ ഫീമാ ദൂന ഹംസത്തി അവാഖിൻ മിനൽ വരിഖി, വെള്ളിയിൽ നിന്നുള്ള 5 ഊഖിയൻ്റെ താഴെയുള്ളതിലില്ല സദഖത്തുൻ, സക്കാത്തില്ല. വലൈസ ഫീമാ ദൂന ഹംസി ദൗദിൻ മിനൽ ബിരി, ഒട്ടകത്തിൽ നിന്നുള്ള 5 ഒട്ടകത്തിൽ, ദൗദാൻ ഒട്ടകം തന്നെ കേട്ടോ. ഒട്ടകത്തിൽ ഒരുപാട് വാക്കുണ്ട്. അറബികൾക്കിടയിൽ നല്ലോണം പ്രയോഗമുള്ള ജീവിയാണ് ഏത്, ഒട്ടകം. അപ്പോൾ ഓരോ ഏരിയക്കാരും ഓരോ ലഫ്ള് അങ്ങനെ ഇടും. അതിനൊക്കെ പിന്നെ പ്രയോഗമുണ്ട്. ഒട്ടകത്തിൽ നിന്നുള്ള 5ൻ്റെ താഴെയുള്ളതിൽ എന്തില്ല, സക്കാത്തില്ല. മുത്തഫഖുൻ അലൈഹി. വൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസ അലൽ മുസ്ലിമി സദഖ, ഒരു മുസൽമാനും സദഖ ബാധ്യതയില്ല, ഫി അബ്ദിഹി, തൻ്റെ അടിമയിൽ, വലാ ഫി ഫറസിഹി, തൻ്റെ കുതിരയിലും. പിന്നെ വഫീ റിവായത്തിൻ്റെ റിപ്പോർട്ടിൽ കാണാം, ലൈസ ഫി അബ്ദിഹി സദഖത്തുൻ ഇല്ലാ സദഖത്തൽ ഫിത്രി, ഒരാൾക്കും തന്നെ അടിമയിൽ സക്കാത്തില്ല ഫിത്ർ സക്കാത്ത് അല്ലാതെ. മറ്റേത് ഏതില്ല, ഇനി ഫിത്ർ സക്കാത്ത് നടത്താൻ പറഞ്ഞില്ലേ, ഫിത്ർ സക്കാത്ത് നിർബന്ധം ഉണ്ടാവും, അത് മുതലിൻ്റെ സക്കാത്തല്ല. പിന്നെ മുത്തഫഖുൻ അലൈഹി. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അബാ ബക്കറിൻ റളിയല്ലാഹു അൻഹു, വലിയൊരു ഹദീസിലെ വായിച്ചു നോക്കി, ഒരുപാടുണ്ട്. ഖതബ ലഹു ഹാദൽ കിതാബ, ഈ ലെറ്റർ മൂപ്പർ എഴുതി കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആളെ പറഞ്ഞയച്ചപ്പോൾ ബഹ്റൈനിലേക്ക് ആളെ വിട്ടു. ആരെ? ഒരു സഹാബിനെ എന്തിനു വിട്ടു? സക്കാത്ത് പിരിക്കാൻ വേണ്ടി കാണ്ടും ആ ഏരിയയിലുള്ള ബാധ്യതയും വിട്ടുകാണ്ട് പറഞ്ഞയച്ചപ്പോൾ ഒപ്പം എന്ത് എഴുതി വിട്ടു? ഒരു ലെറ്റർ എഴുതി വിട്ടു. എങ്ങനെയാണ് അതിൻ്റെ സക്കാത്ത് പിരിക്കാണ്ട് ലിസ്റ്റ് തയ്യാറാക്കി, എത്ര ഒട്ടകം ഉണ്ടായാൽ എത്ര ആടുണ്ടായാൽ എത്ര, എൻ്റെ ലിസ്റ്റ് റെഡിയാക്കി കൊടുത്തയച്ചു. എന്ത് സുഖം അങ്ങനെ. ലമ്മാ തവജ്ജഹു അനസ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്നൊരു പറഞ്ഞയച്ചപ്പോൾ ഇൽ ബഹ്റൈൻ, അതവിടെ പറഞ്ഞു ബഹ്റൈനിക്ക് പറഞ്ഞയച്ചപ്പോൾ ഇങ്ങനെ ലെറ്റർ തുടങ്ങാൻ ബിസ്മില്ലി വേണ്ട, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാദിഹി ഫരീദത്തു സ്വദഖത്തില്ലതി ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ റസൂൽ നിശ്ചയിച്ചിരിക്കുന്ന സക്കാത്തിൻ്റെ ഫരീദത്തിൻ്റെ കണക്കാണിത്. പിന്നെ ഫരീദാണ് മുഖദ്ദറാത്ത് നേരത്തെ കണക്കാണ്. വല്ലത്തീ, ഒരു സക്കാത്തിൻ്റെയും അമറല്ലാഹു ബിഹാ റസൂലഹു, അള്ളാഹിൻ്റെ തിരുദൂതരോട് കൽപ്പിച്ച സക്കാത്തുണ്ടല്ലോ, അതിൻ്റെ കണക്കാണിത്. ഫമൻ സുഇലഹാ മിനൽ മുസ്ലിമീൻ അലാ വജീഹാ വൽഇതിഹാ, ഏതെങ്കിലും മുസ്ലിമീങ്ങൾപ്പെട്ട ഏതെങ്കിലും മുസ്ലിമിനോട് നിയമപ്രകാരം സക്കാത്ത് ചോദിക്കപ്പെട്ടാൽ അത് കൊടുത്തോളണം. വമൻ സുഇല ഫൗഖഹ, ഈ ലെറ്ററുള്ളതിൻ്റെ മേലെ ചോദിച്ചാലോ ഫലാ യുഅ്തിയും, കൊടുക്കും വേണ്ട. ഈ പറഞ്ഞ അപ്പുറം ചോദിച്ചാൽ കൊടുക്കണ്ട. ഈ ലീസ്റ്റിലുള്ള പ്രകാരം അവിടെ വന്ന് കണ്ട് ഇങ്ങനെയാണെങ്കിൽ സക്കാത്ത് തരേണ്ട ബാധ്യത എന്ന് പറഞ്ഞു കണ്ട് ചോദിച്ചാൽ ആര് കൊടുത്തോളണം? ഉടമക്കാരൻ കൊടുത്തും ചെയ്ത് കൊള്ളണം. പിന്നെ എന്നിട്ട് പറയാണ്, ഫി 40 മിനൽ ഇബ്ലി, ഒട്ടകത്തിൽ നിന്നുള്ള 24 ഫമാ ദൂനഹാ, അതിൻ്റെ താഴെയുള്ളതിലും ഗനമീ മിൻ കുല്ലി ഹംസിൻ ഷാത്തുൻ, 25 തൈരട്ടെ, 25 കടന്ന വേറെ മസാല, 24ൻ്റെ കീപ്പെട്ട് 5 5 5 5 കൊണ്ട് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് എല്ലാ 5ലും ഒരാട്, 5 ആട്, 5 ഒട്ടകം ഒരാട്, 10 ഒട്ടകം 2 ആട്, 15 ഒട്ടകം 3 ആട്, 20 21 22 23 24 വരെ ആ കണക്ക് തന്നെ.
അതിപ്പോൾ അവിടേക്ക് മാത്രമല്ല പറയാനുള്ളത്. 5 എന്ന് പറഞ്ഞത് 9 വരെ ആ കണക്കാണ്. 10 പറഞ്ഞ 2 ആട് 14 വരെ ആ കണക്കാണ്. അങ്ങനെ കൂട്ടിയാൽ 24 വരെ ഏതിന് കണക്കാണ്? 20ൻ്റെ കണക്ക്. എന്നിട്ട് പറയുന്നു ഫൈദാ ബലഗത്ത്, അവൻ്റെ ഒട്ടകം പറ്റിച്ചാൽ ഹംസം ബിശരീന 25-എത്തിച്ചാൽ ഇലാ ഹംസി വസലാസീന 35 വരെ. അപ്പോൾ താർക്കണക്കരുത് കേട്ടോ, 35 വരെ എന്താണ് കൊടുക്കേണ്ടത്? ഫഫീഹ ബിന്തു മഹാൽ, അതാണ് ഒരു വയസ്സായ ഒട്ടകപ്പൻ പെണ്ണായ ഒട്ടകപ്പെൺകുട്ടി. മഹാദിൻ്റെ മോൾ മനസ്സിലായില്ലേ? ഒരു വയസ്സായ ഒരു പെണ്ണൊട്ടകക്കുട്ടി. ഇതേപോലെ സിത്തം വസലാസീന, അതാത് 36 കണത്തിച്ചാലോ ഇലാഹം സിം 45 വരെ. ഫഫീഹ ബിന്തു ലബൂൻ ഉൻസാ, പെണ്ണാതായിരിക്കുന്ന ബിന്തു ലബൂൻ 2 വയസ്സായ പെണ്ണൊട്ടകക്കുട്ടി. 2 വയസ്സായ കുട്ടികൾ തന്നെയാണോ ഒക്കെ? ഫൈദാ ബലഗത്ത് സിത്തം 46 കടന്നു കഴിഞ്ഞാൽ പിന്നെ 60 എത്തുന്നത് വരെ ഫഫീഹ ഹെക്ക, 3 വയസ്സാതായിരിക്കുന്ന പെണ്ണൊട്ടകക്കുട്ടി. അതും കുട്ടിയൊക്കെ തന്നെയാണ്, എന്നാലും കുറച്ച് വലുതായി യാത്ര. 3 വയസ്സായില്ലേ? എന്തിനു പറ്റും? തൊറൂക്കത്തുൽ ജമലി, ആണവട്ടകത്തിന് കയറാൻ പറ്റുന്ന വിധത്തിലുള്ള ആണവട്ടകങ്ങൾ പുറത്ത് കയറാൻ എത്തിയിട്ടുള്ളത് അതായിരിക്കുന്ന ഒരു 3 വയസ്സാതായിരിക്കുന്ന ഒട്ടകപ്പെൺകുട്ടി. ഫൈദാ ബലഗത്ത് വാഹിദത്തം വസിത്തീന, 61-എത്തിച്ചാൽ ഇലാ ഹംസിൻ വസബീന 75 വരെ ഫഫീഹ ജദ. അപ്പോൾ അങ്ങനത്തെ വലിയ പെണ്ണാട്ടകായി ജദയാണ്, വല്ല കൊയ്യലൊക്കെ തുടങ്ങും. ജദ 4 വയസ്സായത്. പിന്നെ ഫൈദാ ബലഗത്ത് സിത്തം വസബീന ഇലാ തിസ്ഈന 76-എത്തിച്ചാൽ 90 വരെ ഫഫീഹ ബിന്താ ലബൂൻ, 2 ബിന്ത് ലബൂൻ. ഫൈദാ ബലഗത്ത് ഇഹ്ദാ വതിസ്ഈന 91-എത്തിച്ച് കഴിഞ്ഞാൽ ഇലാ 120 വരെ ഫഫീഹ ഹെഖത്താൻ, 2 ഹെക്കുണ്ട്. തറൂഖത്താ അൽ ജമലി, അങ്ങ് വായിക്കണ തറൂഖത്തൽ ജമലി. അങ്ങ് തെസിനാൻ്റെ അലിഫാന്ന് അറിയാൻ വേണ്ടി കണ്ടാൽ ഞാൻ മുറിച്ച് വായിച്ച് തലീഖത്ത അൽ ജമലി. ശരി, വായിക്കേണ്ടത് എന്ത് പറയേണ്ടത്? തറൂഖത്തൽ ജമലി എന്നാണ് വായിക്കേണ്ടത്. പിന്നെ ആണൊട്ടകത്തിന് കയറാൻ പ്രായമാതായിരിക്കുന്ന 2 ഹിക്കകൾ. ഇതാ സാദത്ത് അലാ 20, അങ്ങ് 120-നേക്കാൾ ഏറിക്കഴിഞ്ഞാൽ വഫീ കുല്ലി 40 ബിന്തു ലബൂൻ, എല്ലാ 40-ലും ബിന്തു ലബൂനും വഫീ കുല്ലി 50 ഹിക്ക, 50-കളിലൊക്കെ ഹിക്കയും കൊടുക്കണോ? അങ്ങനെ നോക്കിയാൽ മതി. 160, 440, പിന്നെ 170, 180, 190, 200, 210, 10 അങ്ങനെ നോക്കുക. 40 കൊണ്ടോ 50 കൊണ്ടോ ശിഷ്ടം കൂടാതെ ധരിക്കാൻ പറ്റണത് നോക്കിക്കണ്ട അങ്ങനെ കണക്ക് കൂട്ടിയ 200-ക്ക് എത്തിയാൽ 2 വെക്കും. 450 200 ആകും, 5 40 200 ആകും. അപ്പം ഇക്കയാകാം, ബിന്തുലബൂനും ആകാം. പിന്നെ വായിച്ചു ഹൊമല്ലം വെക്കുമാഹു ഇല്ല അറുബമിനല്ലിബിരി, ഒരാളുടെ കൂടെ 4 ഒട്ടകം കൊണ്ടുപോകിലാകെ 5 തകീല. എന്തുള്ളൂ? ഒരാളെ പേര് നമ്മളെ പാടെ ആടുകളൊക്കെ ഉണ്ടാകണ മാതിരി 4 ഒട്ടകം ഉള്ളൂ എൻ്റെ അവിടെ. എന്നാൽ പിന്നെ ഫലീസഫീഹ സദക്ക, എന്നൊന്നും തുറക്കണ്ട. സക്കാത്തിൻ്റെ വെറും 4 ഒട്ടകം ഉള്ളെങ്കിൽ സക്കാത്തിന് ബാധ്യതയല്ല. പിന്നെ ഇല്ല യശാ റബ്ബു, ഓർമ്മക്കാരൻ വെറുതെ കൊടുക്കുകയാണെങ്കിൽ ചോദിച്ചു അവനങ്ങനെ പോരി, അത് കൊടുക്കട്ടെ, ഒരാട് ഒട്ടകോ എന്തെങ്കിലും കൊടുത്തോട്ടെ, നിർബന്ധമല്ല. ആ ഫൈം ബലഗത്ത് ഹംസൻ 5-നെത്തിച്ചാൽ ഫഫീഹ ഷാത്ത്, അപ്പം എന്തുണ്ടാവും? ഷാത്തുണ്ടാവും. പിന്നെ ഒമ്പലകത്തെ ഇന്ദഹോമില്ലി സ്വതക്കത്തൽ ജദ, ഒരാളുടെ അടുത്തുള്ള ഒട്ടകം എന്തിനെത്തിച്ചു? ജദൻ്റെ ബാധ്യതയുള്ള സക്കാത്തിനെത്തിച്ചാൽ ജദ കൊടുക്കേണ്ടത് എപ്പോഴാണ്? 75 വരെ, 61 മുതൽ 75 വരെ ജദയാണ്. അതാണോ കൊടുക്കേണ്ട ബാധ്യതയുള്ളത്? ആ ബാധ്യതയുള്ള സമയത്ത് വലൈസത്തെ ഇന്ദഹു, ഓൻ്റെ അടുത്താണെങ്കിൽ ഇല്ലേനും ജദത്തും ജദ ഇല്ലതേനും കൊടുക്കേണ്ട ജദയാണ്. എന്തില്ല? ജദ അല്ല. എന്നാൽ വൈന്ദഹു ഹെക്ക, 1 വയസ്സ് താഴെയുള്ളതാ. 60-ൻ്റെ കീപ്പട്ടുള്ള കൊടുക്കേണ്ട നിർബന്ധമുള്ള ഉണ്ടല്ലോ ജദ, അതായത് ഹെക്കാണ് അവൻ്റെ അടുത്തുള്ളത്, കൊടുക്കേണ്ട ജദയും അവൻ്റെ അടുത്തുള്ളത് ഹെക്കയും. ഇനി എന്താ കാട്ടുക? വായിച്ച് ഫൈനഹ തൊക്കുബൽ മിന്നുലെക്ക, ഓനിൽ നിന്ന് ഹെക്ക സ്വീകരിക്കപ്പെടും. വെജലു മഹാന് പുറമോ ഏറെ കൊടുക്കണം. ഷാത്തൈനി 2 ആടും കൂടി. അതിന് ജുബ്രാൻ എന്ന് പറയും. പരിഹാരേ 1 വയസ്സ് കമ്മിയില്ലല്ലേ കൊടുക്കണേ. അപ്പോൾ എന്ത് കൊടുത്തു? അയക്ക് ജുബ്രാനായിട്ട് കൊടുത്തു, 2 ആടിനെ കൊടുത്തു. ഈ നിസ്സൈസറത്താലഹു, അവനിക്ക് 2 ആട് കൊടുക്കാൻ ശ്രദ്ധിക്കുമെങ്കിൽ 2 ആട് കൊടുക്കണം. ഔ 20 ദിർഹമൻ, ഇല്ലെങ്കിൽ 200 ദിർഹം ഉണ്ടാക്കി കൊടുക്കണം. 200 എന്ന് ഞാൻ പറഞ്ഞു, 20 എന്നാണ് പറയേണ്ടത്. 20 ദിർഹം കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? അത് ഇഷ്ടമാണ്. ദിർഹമോ 20 ദിർഹമാണെങ്കിൽ 20 ദിർഹം, ആടാണെങ്കിൽ 2 ആട്.
വമം ബലഗത്ത് ഇൻദഹു സദഖത്തുൽ ഹിക്ക, ഹിക്കൻ്റെ ബാധയുള്ള സക്കാത്താണ് ഒരാൾക്ക് എത്തിച്ചത് എങ്കിൽ വലൈസത്ത് ഇൻദഹുൽ ഹിക്ക, ഓനടുത്ത് ഹിക്കല്ലതാനും എന്നാവ ഇൻദഹുൽ ജദഅ, ഓനടുത്തുള്ള മേലക്ക അങ്ങട്ടാണുള്ളത്. ഒരു 2 സൈഡിൽ കൊടുത്താൽ മതി. ഓനടുത്തുള്ള എത്രയാണ്, പിന്നെ 3 വയസ്സുള്ളതാ അവന് കൊടുക്കണ്ടേ. പക്ഷെ അവൻ ഓൻ്റെ അടുത്തുള്ളത് 4 വയസ്സായതാ, ഒരു സ്റ്റെപ്പ് മേലെയാണ് ഓൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അത് കൊടുത്താൽ നഷ്ടമല്ലേ. അപ്പം എന്ത് വേണം വായിച്ച്? ആ ഫൈനഹ തൊക്കോലി പിന്നൊരു ജതാവൻ, തൽക്കാലം ജതായിട്ട് സ്വീകരിക്കപ്പെടണം. ഈ മുസദ്ദഖു, ഈ സ്വതക്ക വാങ്ങുന്ന ആളുടെ മുസദ്ദഖ് എന്ന് വായിക്കണം. ഈ മുസദ്ദഖ് അയാൾ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. ഭാര്യയ്ക്ക്, മുതലാളിക്ക് തിരിച്ചു കൊടുക്കണം. 20 ദിർഹമൻ, 20 ദിർഹമോ ഔ ഷാത്തൈനി, അതിൽ 2 ആടോ ഇങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ നല്ലത് ഒരു സ്റ്റെപ്പ് മേലുള്ള അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു ജുബ്ര അങ്ങോട്ട് തിരിച്ച് വാങ്ങണം. ആ വായിച്ചടാ. വമലകത്തെ എന്തഹു സദഖത്തുൽ ഹഖ, ഹെക്ക എന്ന ബാധ്യതൻ്റെ സദക്കനെ ഒരാൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ സൈന്തഹോ ഇല്ല ബിൻതിലബൂൻ, വളരെ ബിൻതിലബൂനുള്ളെങ്കിൽ വൈന്നാത്തക്കുപോലും ബിൻതിലബൂൻ, ബിൻതിലബൂനോന് സ്വീകരിക്കപ്പെടും. വയോത്തിഷാത്തൈനി ഔഷരീന ദിറമൻ, പുറമെ എന്തുകൂടിയും കൊടുക്കണം. 2 ആടോ 20 ദിറമോ കൊടുക്കണം. വമലകത്ത് സദഖത്തുഹു ബിൻതലബൂൻ, ബിൻതിലബൂൻ എത്തിച്ചത് എങ്കിൽ അഥവാ 36 ചോളി അവൻ്റെ അടുത്ത് വലൈസ വൈന്തഹു ഹിക്കത്തുവിനടുത്ത് ഹിക്കയുള്ളത് എന്നാൽ ഫൈനഹ തുഖ്ബലു മിന്നുൽ ഹിക്ക, വാനിൽ നിന്ന് ഹിക്ക സ്വീകരിക്കപ്പെടും. തിരിച്ചു വാങ്ങിയാൽ മതി. വയത്തീഹിൽ മുസദ്ദഖു, മുസദ്ദഖ് പെരുമാറുണ്ടോ അല്ലല്ലേ? മുസദ്ദഖ് ഉണ്ടല്ലോ, ഇവനിക്ക് തിരിച്ചു കൊടുക്കണം. വിഷയതിറം എന്ന ഉഷാത്തൈനി വമലകത്തുഹു ബിൻ സദഖത്തുഹു ബിൻതലബൂൻ, ഒരാൾക്ക് കൊടുക്കൽ ബാധ്യതയുള്ള എന്താണ്? ബിൻതലബൂന, ബിൻതലബൂൻ. 36 ഒട്ടക്കുണ്ടായി കൊടുക്കണ്ട് ബിൻതലബൂന. ഇങ്ങോട്ടോ വലൈസത്തെ ഇന്ദഹോ, അവന് ബിൻതലബൂനില്ല. ഒരു എന്താ ഉള്ളത്? ബിന്ദു മഹാദ്, ബിന്ദു മഹാദാണുള്ളത്. ഒരു കുഞ്ഞിക്കുട്ടിയാണ്, 1 വയസ്സായ കുഞ്ഞിക്കുട്ടി അവൻ്റെ അടുത്തുള്ളത്. കൊടുക്കേണ്ടതോ 2 വയസ്സുള്ളൂ. എന്നാ എന്താ വേണ്ടത്? ഫൈനഹ തുഖ്ബലു സ്വീകരിക്കപ്പെടും. ബിന്ദു മഹാദ്, ബിന്ദു സ്വീകരിക്കപ്പെടും. വയത്തി മഹാ 20 ദിർഹം എന്ന ഉഷാത്തൈൻ വമലകത്ത് സദഖത്തുഹു ബിന്ദു മഹാദ്, ബിന്ദു മഹാദ് കൊടുക്കേണ്ട ബാധ്യത എത്തിച്ചു. അഥവാ 25 കൊള്ളു അവൻ്റെ അടുത്ത്. വലൈസ ഇന്ദഹു, അവൻ്റെ അടുത്ത് എന്തില്ല? ബിന്ദു മഹാദില്ല. പിന്നെന്താ ഉള്ളത്? വൈന്ദഹു ബിന്ദു ലബൂൻ, ബിന്ദു ലബൂനുണ്ട്. എന്നാൽ അത് തിരിച്ചു അങ്ങനെ വൈന തൊക്കുമ്പോൾ ബിന്ദു ഉണ്ടല്ലേ. വന് സ്വീകരിക്കപ്പെടണം. വൈത്തീഹിൽ മുസദ്ദഖു 20 ദിർഹം എന്ന ഉഷാത്തൈനി വൈലന്തക്കുമാഹോ ബിന്ദു മഹാദിനല്ല വജീഹ വൈന്ദഹു ഇബിന് ലബൂൻ. അങ്ങനെ ഉണ്ട്. ഒരാൾക്ക് കൊടുക്കേണ്ട ബിന്ദു മഹാദൈനി, 1 വയസ്സായ പെൺകുട്ടിയെ കൊടുക്കേണ്ടി. ഇനി അല്ല വജീഹ നിയമത്തിൽ വൈന്ദഹു ഇബിന് ലബൂൻ, ഓനാണെങ്കിൽ അടുത്തുള്ളാണെങ്കിൽ 1 വയസ്സായ ആൺകുട്ടിയാണുള്ളത്, ആണോ കുട്ടിയാണുള്ളത്. എന്നാൽ വൈന്നഹു യൊക്കബൽ വിന്നു സ്വീകരിക്കുമ്പോൾ മാഹു ശരിയും പുറമത്ത് കൊടുക്കൊന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? പെണ്ണിന് ഭാരം ആണിന് കൊടുക്കുക, ആണിന് ഭാരം പെണ്ണ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ജന്തുക്കളിലൊക്കെ സ്ഥാനം ഇതിനാ, പെണ്ണിനാ സ്ഥാനം. ശരിയല്ലേ? അതിന് സ്ഥാനം കുറവാണ്. മനുഷ്യന്മാരെല്ലാം കാണുക അതാണ്. ഇല്ല കേട്ടെ. ഫീ സദഖത്തിൽ വനമീ ഫീ സായിമത്തിഹാ, വനമിൻ്റെ സദക്കാക്കാത്തതിലുള്ള കണക്ക് എങ്ങനെയാണെന്നറിയോ? ഫീ സായിമത്തിഹ, അത് മേഞ്ഞുന്നേര്, മായരൂപത്തിലല്ല, പിന്നെ സ്വയം മേഞ്ഞ് തിന്നുന്നുണ്ടോ? അവിടെ പോയിങ്ങാണ്ട് കാട്ടുകാണ്ട് പറഞ്ഞയക്കുക, അതിൽ തിന്ന് എന്നർച്ചയോട് പോരും ചോദിച്ചു. ഇവനെ നയിപ്പൊന്നുമില്ല. അങ്ങനത്തെ തക്കാത്തന്നെ ഉള്ളൂ. അല്ലാതെ വരിയിട്ട് കാണ്ട് ഇങ്ങനെ പുല്ലിട്ട് വളർത്തുന്നതിനൊന്നും തക്കാത്തിന് കൊടുക്കണ്ട. ഇതാ കാനത്ത് 40 ഉണ്ടായാൽ ഇലായി ശരീനോമിയാ 120 വരെ ഷാത്തുൻ, ഒരാട്. 121 കിടക്കരുത്, 121 കിടക്കരുത്, 120 വരെ ഒരാട്. പിന്നെ വൈദാദാദത്തല 121 കടന്നു കഴിഞ്ഞാൽ പിന്നെ 200 വരെ ഫഫി ഹാഷാത്താനി, ഡബിളാടാണ്. ഫൈദാദാത്തലാമിയത്തൈനീലാതലാമിയ, അങ്ങനെ 200നെ കയറി കഴിഞ്ഞാൽ പിന്നെ 300 വരെ എന്ന് പറഞ്ഞാൽ 399 വരെ എന്ന് കൂട്ടിയാൽ മതി. ഫഫി ആ സലാത്തുൻ, 3 ആടാണ്. വൈദാദാലത്തല സലാദിമിയ ഫഫി കുല്ലി മേത്തിൻ ഷാത്തുൻ, 300നെ കയറി കഴിഞ്ഞാൽ പിന്നെ ഓരോ 100നും ഒരാടാണ്. അപ്പം മനസ്സിലാവും 399 വരെ കണക്കാണ്. പിന്നെ ഫൈദാക്കാനത് സായിമത്തുർ റജുലി നാഖിസത്തുൻ മിൻ 40 ശാതൻ, 40നേക്കാൾ 40നേക്കാൾ കമ്മിയാണ് ഒരാളുടെ സായിമത്തായ സായ്മത്തായ മൃഗം. ഒരാൾക്ക് 40 ആടിന് താഴെയാണ്, 40 ഉള്ളൂ എങ്കിൽ ഇല്ലേ, 40 താഴെയായാൽ പിന്നെ ഷാത്തും വാഹിദ, ഒറ്റെണ്ണം കമ്മിയായി. 40 ആടുന്ന് ഒരാട് കമ്മി 39 എന്നാൽ തന്നെ ഫലൈസലഫിയ സദക്ക, അതിനെന്തില്ല? സദക്കാത്തിൻ്റെ ബാധ്യതയല്ല. കേൾക്കുന്നുണ്ടോ? അങ്ങനെയാണ്.
ഇല്ല യശാറബുഹ. അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ എൻ്റെ റബ്ബി വെറുതെ കൊടുക്കുകയാണെങ്കിൽ വാങ്ങും ചേച്ചാ നമുക്ക്. പിന്നെ വലാ തുഹറജു ഫീ സ്വതക്കത്തി ഹരിമത്തുൻ. സക്കാത്തിലായിക്കൊണ്ട് ഉമ്മാമാനെ വാങ്ങപ്പെടരുത്. വയസ്സായി 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 കണ്ട് വിഗാനായി ഇതിനെന്ത് ചെയ്യരുത്, കൊടുക്കരുത്. വലാ താത്തു അവാരിൻ, അതേപോലെ തന്നെ കോങ്കണ്ണത്തിനും കൊടുക്കപ്പെടരുത്. വലാ തൈസുൻ, കൂറ്റനും കൊടുക്കപ്പെടരുത്. അല്ലേ, മൃഗങ്ങളിലൊക്കെ ആണിന് സ്ഥാനം കുറവാണ്, പെണ്ണിനാ സ്ഥാനം. കാരണം അത് കുട്ടികൾക്ക് വളരും, പാലുണ്ടാവും, അത് പിന്നി പിന്നി പെരുകൊക്കെ ചെയ്യും, കിട്ടിയതിന് കാര്യം കിട്ടും. മറ്റേ അറക്കാനല്ല പറ്റുള്ളൂ. പിന്നെ ഇങ്ങോട്ട് ഇല്ലാമാശാ അൽ മുസദ്ദഖൂ, വാങ്ങാൻ വന്നവന് പൊരുത്താണെങ്കിൽ ചോദിക്കാം, വാങ്ങാൻ നമുക്കൊക്കെ കുഴപ്പമില്ലാറിന് കൊണ്ടേക്കോട്ടെ. പിന്നെ ഒരുമിച്ചൂടപ്പെടരുത്. ബൈന മുതഫരിഖീൻ, വിട്ട് വിട്ട് കിടക്കണതിൻ്റെ മേൽ ഒരുമിച്ചൂടപ്പെടും ചെയ്യരുത്. വലായി ഫറഖു ബൈന മുജ്തമീൻ, മുജ്തമീൻ്റെ ഇടയിൽ വിട്ടിരിക്കുമ്പോൾ ചെയ്ത് ഹസ്യത്തെ സദക്ക പഠിച്ച കാരണമായിട്ട് കോമാക്കിയും മയമാക്കിയും ഇങ്ങനെ കൊണ്ടുപോകും, ആറിലെ വിട്ടാനാക്കും. രണ്ടാമത് വെവ്വേറെ വെക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെ സക്കാത്ത് നിർബന്ധം ഉണ്ടാവില്ല, കൂട്ടിയ സക്കാത്ത് നിർബന്ധമാവും. അല്ലെങ്കിൽ ഇനി വെട്ടി വിരിച്ച സക്കാത്ത് നിർബന്ധം ഉണ്ടാവും, പിന്നെ മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ 80 ഒരാളുടെ 50 ഉണ്ടാക്കും. പിന്നെ ഒരു അല്ലെങ്കിൽ 110 110 കൂട്ടി വെച്ചാൽ എന്താവും, 200, അപ്പോൾ 3 ആവില്ലേ. വേറെ ഉണ്ടാകുകയാണെങ്കിൽ ഓരോ തന്നെ ഉണ്ടാവുള്ളൂ. ഇഞ്ഞോ പിന്നെ നേരെ മറിച്ചും പിന്നെ ഒപ്പ എല്ലാവരും കൊണ്ടുനടക്കരെ ഇത് മുറിച്ച് വെക്കുക. എന്തിനു വേണ്ടിയിട്ട്, രണ്ടാളുടെ കൂടി 60 എണ്ണണ്ടേ. എന്നിട്ട് സക്കാത്തിന് ബന്ധമാക്കാൻ വേണ്ടിയാണ് 30 പേർക്കാവും പറ്റില്ല. സക്കാത്തിന് പേടിച്ചെങ്ങാണ്ട് എന്ത് ചെയ്യണ്ട, കൂട്ടിച്ചതിന് കൂട്ടി വിട്ടിരുന്നതിനെ കൂട്ടും വേണ്ട, കൂടി പോണേന് തിരിച്ചും വേണ്ട. വമാക്കാന മിൻ ഖലീതൈനി ഫഇന്നമാ യതറാജഅനി ബൈനഹുമാ ബിസവിയ്യ. ഇത് ഫുൾ ഖലീത്താണെങ്കിൽ കലർന്നുകൊണ്ടാണെങ്കിലൊക്കെ അതിൻ്റെ അതി കടന്നുറങ്ങണ ഒരു തുടി തന്നെ, അതിൻ്റെ വെള്ളം കുടിച്ച ഒരു തുടിയിൽ തന്നെ, മേഞ്ഞുന്ന ഒരു തുടിയിൽ തന്നെ, അങ്ങനെയാണെങ്കിൽ പിന്നെ യതറാജഅനി ബൈനഹുമാ ബിസവിയ്യ, എന്നിട്ട് സുവിയത്തോണ്ട് മടങ്ങേണ്ടതാണ്. പിന്നെ പിന്നെ ഒഫി റിക്കത്ത് വായിച്ചെടുത്തു, കാഫിന് ശബ്ദമില്ലാതെ വായിച്ചാൽ. റിക്കത്ത് തന്നെ വെള്ളി നാർത്തം, വരിക്കിൻ്റെ വേറെ വാക്കാണേത് റിക്കത്ത്. വെള്ളിയിൽ റുബുൽ ഉശ്രി 2.5%, റുബുൽ ഉശ്രി 10-1 4-1. ഒരു സാധനം 10-1 ആക്കിയിട്ട് പിന്നെ അതിന് 4 കഷ്ണമാക്കി 4-1 ആക്കി കഴിഞ്ഞാൽ 40 ഭാഗം ഉണ്ടാവും. 40 ഭാഗം എന്ന് പറഞ്ഞാൽ 100 2 ഉണ്ടാവും. 40-1, 80 2, പിന്നെ 20 അരയും. അപ്പോൾ എൻ്റെ 2.5 അതിനെ 2.5% എന്നറിയാം. ഫൈലെന്തൊക്കെ ഇല്ലാത്ത 190 ഉള്ളൂ, 200 ദിർഹം തികയില്ല. എത്ര തികയുള്ളൂ, 190 ഉള്ളൂ എങ്കിലേ ഫലൈസ ഫിയ്ഹാ ശൈഉൻ, അതിലൊന്നുമില്ല. ഇല്ല യശാറബു, ഉടമക്കാരന് ഇഷ്ടം ഉദ്ദേശിക്കുകയാണെങ്കിൽ. റവാഹുൽ ബുഖാരി. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ് കാല, തങ്ങൾ പറഞ്ഞു, ഫീമാ സഖത്തി സമാഉ, മഴ കുടിപ്പിച്ചതിലുണ്ട്, വല്ലുയൂനു, അരുവികൾ കുടിപ്പിച്ചതിലുമുണ്ട്, ഔകാന ഇസരിയൻ, അല്ലെങ്കിൽ വേരിറങ്ങി കുടിച്ചതാണ്. ചുരുക്കപ്പിന് തയ്പ്പില്ല, പെരക്കാരനതില്ല, മോട്ടർ അടിച്ച് കാണ്ടും അതല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് വെള്ളം വലിച്ചോടന്ന് കാണ്ടും നനക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒന്നുകിൽ മഴ അനിയാണ്, ഒന്നുകിൽ മഴ പെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേര് ദൂരത്തേക്ക് പോയി, വേര് ഉള്ളോടത്തോട്ടം വേര് പോയി വെള്ളം കുടിച്ചുങ്ങാണ്ട് വരുന്നുണ്ട്, നമുക്ക് ഇയാൾക്ക് കുടിപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അല്ലെങ്കിൽ അരുവി കൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരികയാണ്. അങ്ങനെയാണെങ്കിൽ അല്ലുഷുറു 11. ഒമാ സുഖുവിൻ നെൽഹി, തേക്കൊട്ടകം കൊണ്ട്. തേക്കൊട്ടകം എന്ന് പറഞ്ഞാൽ എന്താണ്, തേക്കോണ്ട് ഉണ്ടാക്കി ഒട്ടകം എന്നല്ല. തേക്കൊട്ടകം എന്ന് പറഞ്ഞാൽ വെള്ളം തേവണ ഒട്ടകം. അത് പഴയ ഉസ്താദന്മാരുടെ പാരമ്പര്യമായാണ് തേക്കൊട്ടകം. എന്നാണ് വെള്ളം തേവണ ഒട്ടകം. തേക്കൊട്ടകം കൊണ്ട് കുടിപ്പിക്കാതെ കൊടുക്കപ്പെട്ട ഒന്നാ അതിൻ്റെ കാത്തത്ര നിസ്ഫുല്ലു ശരി 11 പകുതിയാണ്. അതാ 20 റവാഹുൽ ബുഖാരി. വഅൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അജ്മാഉ, നാക്കാലിയാവുന്ന ജുറുഹു, അതുണ്ടാക്കണ മുറിവ്, ജുബാർ. അത് പിന്നെ ഓർമ്മയിൻ്റാണ്. നമ്മളെ പശുണ്ട്, ആ പശു വയ്യാണ്ട് ഇങ്ങനെ പകലങ്ങ് നടന്നു നിന്നതിൻ്റെ ഇടയിൽ ചങ്ങൈൻ്റെ നേരെ കുത്തി മുറിയാക്കി. അതിന് നമ്മൾ പരിഹാരം കൊടുക്കുന്നതല്ല, നോക്കേണ്ടതല്ലേ. ഓനെ പശുവിന് ഓടണ്ടേ, അല്ലെങ്കിൽ അതിനുള്ളിൽ നിൽക്കണോ. അപ്പോൾ അത് ജുബാറാണ്. കാരണം ഉടമക്കാരന് അതിനെന്ത് ചെയ്യേണ്ട, പരിഹാരം കൊടുക്കേണ്ട ആവശ്യം ഇല്ല. വൽ ബീർ ജുബാർ, കിണറും അങ്ങനെ തന്നെ. നമ്മളെ കിണർ തിരിച്ചു വന്ന് കണ്ടി ചാടി നമ്മളെന്താ കാട്ടുന്നത്. പിന്നെ വൽ മഅദീന് ജുബാർ, മഅദീനും അങ്ങനെ തന്നെയാണ്. ഖനനം ചെയ്ത് കാണ്ട് കുജ്ജുണ്ടാക്കൂലേ, ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ പോവും, മടയാക്കി പോവും. അത് ഇടിഞ്ഞാടിങ്ങാണ്ട് ജീവൻ പോയി നമ്മളെ കാട്ടുന്നത്. എന്നെ
വഫിർ റിക്കാസിൽ ഹുംസ്, ഏതായാലും ശരി റിക്കാസിൽ അഞ്ചിലൊന്നുണ്ട്. റിക്കാസിൽ നിധി കിട്ടിയാലേ, നിധി കിട്ടിയാൽ 4 കിലൊന്നും നടക്കില്ല. നിധി കിട്ടിയാൽ 5-1 സക്കാത്താണ് കൊടുക്കണം. മഴതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഖനനം ചെയ്തുണ്ടാക്കുന്നതാണ്. സ്വർണ്ണം ഇങ്ങനെ മണ്ണിങ്ങനെ അരിച്ചിങ്ങാണ്ട് ഉണ്ടാക്കില്ല, അതിനൊക്കെ എത്ര 4 കിലോ തന്നെ നടക്കുള്ളൂ. പിന്നെ അതിലും എല്ലാം മറ്റത്തൊക്കെ ഉണ്ടാവുമല്ലോ. ഇതില്ല ഏത് പിന്നെ ഈ 5-1 ഒന്നേക്ക് കൊടുക്കൊന്നും വേണ്ട. മറ്റ് പിന്നെ ഹുംസാണ് കൊടുക്കണം നിധി കിട്ടിയാൽ. ബാക്കി 4 നയിപ്പില്ലാതെ കിട്ടിയാലേ 4 ബാക്കി 4 വരെ 4 ഇല്ലോ. അല്ലാഹു അഅലം. അൽ ഫസ്ലു സാനി അൻ അലി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അഫൗതു, ഞാൻ അഫു ചെയ്തിരിക്കുന്നു, അഥവാ അള്ളാഹു എന്നോട് അഫു ചെയ്യാൻ കൽപ്പിച്ചു, ഞാൻ അഫുവും ചെയ്തു. എന്ത് അനിൽ ഹൈരി, കുതിരയെ തൊട്ട്. കുതിരക്ക് എന്ത് കൊടുക്കണ്ട? സക്കാത്ത് കൊടുക്കണ്ട. വറക്കൈക്ക്, അടിമയെ തൊട്ടും. ഒരാൾക്ക് 50 അടിമ ഉണ്ട് വിചാരിച്ചു കണ്ട ഇന്നലെ അടിമനോട് സക്കാത്ത് കൊടുക്കണമെന്നൊന്നും ഇല്ല. പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. ആ ഫഹാത്തൂ, നിങ്ങൾ കൊടുക്കണേ. സ്വതക്കത്തെ റിക്കത്തി, ഞാൻ തന്നെ പറഞ്ഞു കാബിന് ശ്രദ്ധ ഉണ്ടാവില്ല അല്ലേ. അടിമൻ്റെ വെള്ളിൻ്റെ പിന്നെ റിക്കത്ത് പറഞ്ഞാൽ അടിമത്തൊന്നാവും, റിക്കത്ത് പറഞ്ഞാൽ വെള്ളിന്നും. പിന്നെ വെള്ളിൻ്റെ സക്കാത്ത് കൊടുക്കണേ. മിൻകുല്ലി 40 ദിർഹമൻ ദിർഹമുൻ, എല്ലാ 40 ദിർഹമിൽ നിന്നും ഓരോ ദിർഹം കൊടുക്കണേ. പിന്നെ വലൈസ ഫീ 90 വ 100 ഷൈഉൻ, 190 ഉള്ളൂ എങ്കിൽ ഒന്നുമില്ല. 200 തികയണം. 200 തയ്ച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സക്കാത്ത് കൊടുത്താൽ മതി. ദിർഹമേ 190 ഷൈ ഇല്ല. ഫൈദാ ബലഗത്ത് 200, 200 എത്തിച്ചാൽ ഫഫീഹാ 5 ദറാഹിമ, അതിൽ 5 ദിർഹമാണ്. അതിൽ 5 ദിർഹമാണ് എന്നാൽ 40 രൂപ കൊടുത്ത് സക്കാത്ത് കൊടുക്കണം. സുഹൈർ പറഞ്ഞു അഹ്സിബുഹു അനിൻ നബി, മഹാനബി എന്നോട് അനിൻ നബി എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. സുഹൈർ എന്നിട്ട് പറയാണ് അനിൻ നബി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ എൻ്റെ ഓർമ്മ. പിന്നെ അന്നഹു ഖാല, റസൂലുള്ള പറഞ്ഞു ഹാത്തൂ റുബഅല്ലു ശരി. അല്ല ഇങ്ങനെയാണ് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നന്നായിട്ട് അഹ്സിബുവിൻ്റെ അഫൂൽ അഫൂലാട്ടോ. ഹാത്തൂ റുബഅല്ലു ശരി മിൻ കുല്ലി 40 ദിർഹമൻ ദിർഹമുൻ, 10 4 കൊടുക്കണേ, അഥവാ എല്ലാ 40 ദിർഹമിൽ നിന്നും ഒരു ദിർഹം കൊടുക്കണേ. വലൈസാലൈക്കും ഷൈഉൻ ഹത്താ തതിമ്മ ദിർഹം, 200 ദിർഹമിനെ പൂർത്തിയാക്കുന്നത് വരെ നിങ്ങളുടെ മേൽ ഷൈഉൻ ബാധ്യതയില്ല. ഫൈദാ കാനത് 100 ദിർഹമിൻ, 200 ദിർഹമായി കഴിഞ്ഞാൽ ഫഫീഹാ 5 ദറാഹിമ, അതിൽ 5 ദിർഹം ഉണ്ടാകുന്നതാണ്. ഫമാസാദ ഫലാ ഹിസാബി അലാ ദാലിക, വല്ലതും ഏറിയാൽ അതിൻ്റെ കണക്കനുസരിച്ച് ഏറുന്നതാണ്. ഉണ്ടാവില്ലേ? 250 ഉണ്ടെങ്കിൽ അതിൻ്റെ 40 ഉണ്ടാവും. 500 ഉണ്ടായാൽ അതിൻ്റെ 40 ഉണ്ടാവും. എവിടുന്ന ഒരു മാറ്റം വരില്ല. കാരണം അതിന് വഖ്സില്ല. ഏതിൽ? സ്വർണം വെള്ളി പോലത്തെ ഒന്നുമില്ല, വഖ്സില്ല. മനസ്സിലെ? സ്റ്റേജില്ല. തുടങ്ങിയാൽ പിന്നെ ഒന്നായിട്ട് കണക്കാണ്. മറ്റങ്ങനെയല്ല. 5-ന് ഇത്ര, പിന്നെ 6, 7, 8, 9 ഇല്ല, പിന്നെ 10 ഇത്ര, പിന്നെ 11, 12 ഇല്ല, പിന്നെ 15, അങ്ങനെയല്ലേ. അയാത് സ്റ്റേജ് വഖ്സൈനില്ല. സ്വർണ്ണ വെള്ളിക്കൊന്നും ഇല്ല. വായിച്ചു വഫിൽ ഗനമി, ആടിൽ ഫി കുല്ലി 40 ഷാത്തൻ ഷാത്തുൻ, 40 ആടിൽ ഒരാട്, ഇലാ 20 മിആ 121 വരെ. ഫൈദാദാദത്ത് വാഹിദ, ഒന്നേറിക്കഴിഞ്ഞാൽ ഫഷാത്താനി, 2 ആടാണ്. ഏതുവരെ? 200 വരെ. ഫൈദാദാദത്ത് ഫസലാത്തു ഷിയായിൻ, അതിനേക്കാൾ ഏറിയാലും 3 ആടാണ്. ഇലാ 300 300 വരെ. ഇദാദാദത്ത് അലാ 300, 300-നേക്കാൾ ഏറിയാൽ ഫഫീ കുല്ലി 100 ഷാഹ്, എല്ലാ 100 ആടിനും ഒരാട്. ഫഇല്ലം തകുനില്ല 39 ഫലൈസ അലൈക ഫിഹാ ഷൈഉൻ, 39 ഉള്ളൂ എങ്കിൽ എന്നാ പിന്നെ ഒരു ഷൈഉം അതിൽ സക്കാത്ത് നിർബന്ധമല്ല. 40 കഴിഞ്ഞെങ്കിൽ എന്ത് ചെയ്താൽ മതി? സക്കാത്ത് കൊടുത്താൽ മതി. വഫിൽ ബക്കരി, മാടിൽ ഫീ കുല്ലി 30 തബിയുൻ, എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ 30-ലും ഒരു എന്ത് കൊടുക്കണം? തബിയ കൊടുക്കണം. ഒരു എന്ത് കിടാവ്? മാടിൻ്റെ കിടാവ്. വഫിൽ 40, 40-ൽ മുസീന, 2 മുസിന്നത്തുൻ, 2 വയസ്സുള്ള കിടാവ് കൊടുക്കണം.
വലിസാലൽ ഹവാമിൽ ഷെയ്യുൻ ഭാരം ചുമക്കുന്ന നാക്കാരിക്ക് ഒരു ഇതയും സക്കാത്ത് നിർബന്ധമല്ല. ശരി, വണ്ടി വലിച്ചാനും ചുമടേറ്റാനൊക്കെ ഉണ്ടാവില്ലേ, അയാദിക്കൊന്നും പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന വാക്കാരിക്കെന്തില്ല, അതിന് 200 ഉണ്ടായാലും സക്കാത്ത് കൊടുക്കണ്ട. വാൻ മുആദിൻ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ ലമ്മാ വജ്ജഹഹു ഇലൽ യമൻ, യമനിലേക്ക് തിരിച്ചു വിട്ടപ്പോൾ അമറഹു മഹാനരോട് അല്ലാഹുവിൻ്റെ തിരുദൂതർ കൽപ്പിച്ചു, യഖുദ മിനൽ ബഖറതി മിൻ കുല്ലി 30 തബീഅ ഔ തബീഅതൻ, എല്ലാം 30 ഉണ്ടെങ്കിൽ ആണോ പെണ്ണോ ആയ കിടാവിനെ വാങ്ങാൻ, വഫീ കുല്ലി 40 മുസിന്നത്തൻ, 40-ൽ 2 വയസ്സുള്ളതും വാങ്ങാൻ കൽപ്പിച്ചു. റവാഹു അബൂ ദാവൂദ് വതിർമിദി വനസായി വദാരിമി അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഅദ്ദി ഫി സദഖതിക മാനിഇക, കുറ്റത്തിൽ രണ്ടാളും കണക്കാൻ. സ്വതക്ക വാങ്ങുമ്പോൾ ആ പിന്നെ ഉടമക്കാരനോട് ദുൽമുഖം ചെയ്താൽ ഉടമക്കാരന് ബാധ്യത കൊടുക്കുക, ബാധ്യതയല്ലേ വാങ്ങാവൂ. വാങ്ങാൻ പോകണം അതിലിട്ട് നടന്നിട്ടുണ്ട് എങ്കിൽ ഓനുള്ള കുറ്റം ആരെ പോലെ തന്നെയാണോ സക്കാത്ത് കൊടുക്കാൻ മടിക്കുന്നവന് കുറ്റം പോലെ തന്നെയാണ്. രണ്ടും തെറ്റാണ്. റവാഹു ദാവൂദ് തിർമിദിയോ വൻ നബി സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസ ഫീ ഹബ്ബിൻ വലാ തംറിൻ സദഖ, ധാന്യത്തിലോ കാരക്കയിലോ സക്കാത്തില്ല ഏതുവരെ ഹത്താ യബ്ലുഗ 5 ഔസുഖിൻ, 5 വസ്കുകൾ എത്തിക്കുന്നത് വരെ, അതാ 300 സാ എത്തിക്കുന്നത് വരെ. റവാഹു നസാഇയു വൻ മൂസ ബിൻ തൽഹ അന്നഹു ഖാല ഇൻദനാ കിതാബുൻ, ഞങ്ങടുക്കൽ കിതാബുണ്ട്, ഇൻദനാ കിതാബ് മുആദ് ബിൻ ജബൽ, നമ്മളത്തെ ഒരു ലിസ്റ്റ് ഉണ്ട്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ലിസ്റ്റാണത്. അത് ആരെ തൊട്ടാണത്? അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇന്നമാ അമറഹു, മുത്തനബി മുആദിനോട് കൽപ്പിച്ചത്രേ, അയ്യഖുദ സദഖത്ത, സക്കാത്ത് പിരിക്കാൻ, മിനൽ ഹിന്തതി വശഈരി വസബീബി വതംരി, ഗോതമ്പിൽ നിന്നും ഷൈർ ഗോതമ്പിൽ നിന്നും സബീബിൽ നിന്നും മുന്തിരിയിൽ നിന്നും കാരക്കയിൽ നിന്നും സക്കാത്ത് പിരിക്കൽ കൽപ്പിച്ചു എന്നുണ്ട്. മുർസലുൻ, ഈ ഹദീസ് മുർസലാണ്. റവാഹു ഫീ ശറഹി സുന്ന, സനദിൻ്റെ ആഖിറിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, താബീൻ്റെ ശേഷം ആൾ പോയ ഹദീസാണിത്. പിന്നെ വൻ അക്താബ്, ഖത്താബ് അല്ലട്ടോ, അക്താബ് ബിൻ അസീദിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി ഫീ സകാത്തിൽ ഖുറൂം, മുന്തിരികളുടെ സക്കാത്തിൽ എന്ത് പറഞ്ഞു, ഇന്നഹാ തുഖറസു, അത് ഖർസ് കണക്കാക്കപ്പെടണം മക്കളെ, കമാ തുഖറസുൻ നഖ്ലു, ഈന്തപ്പനക്ക് ഖർസ് കണക്കാക്കപ്പെടുന്ന പോലെ തന്നെ. മട്ടം കെട്ടുക എന്നറിയും, എത്ര കിട്ടും, ഉണങ്ങി എത്ര ഉണ്ടാകും, അങ്ങനെ നോക്കുക. അതിന് നല്ല പരിജ്ഞാനികളായ ആളുകളെ പറ്റി വിദഗ്ധന്മാരുണ്ടാവും, ഓല് വന്നുകാണ്ടാണ് ചെയ്യേണ്ടത്. ഒരു ഹാരിസ് വന്നുകാണ്ട് ഖർസ് കണക്കാക്കണം. സുമ്മത്തു അദ്ദി സക്കാത്തുഹു സബീബ, എന്നിട്ടിന് സബീബായിട്ടാണ് സക്കാത്ത് കൊടുക്കുക. ഇവനിപ്പം തന്നെ തുടങ്ങുമ്പോൾ ഖർസ് കണക്കാക്കി കഴിഞ്ഞാൽ പിന്നെ ഓനിപ്പം തന്നെ തിന്നാം, വിൽക്കാം, കൈകാര്യം ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഉണങ്ങിയിട്ട് എത്ര കൊടുക്കാനാണോ ഹാരിസ് പറഞ്ഞതെങ്കിൽ അത്ര പിന്നെ ഉണങ്ങിയിട്ടും ചെയ്യണം, സക്കാത്ത് കൊടുക്കണം. അതി സക്കാത്തൻ നഖ്ലി തംറ, ഈന്തപ്പന മരത്തിൽ നിന്ന് കിട്ടുന്ന വസ്തുവിൻ്റെ സക്കാത്ത് അവൻ ഉണക്ക കാരക്കായിട്ട് വീട്ടും പോലെ ഇതിൻ്റെ ഉണക്ക മുന്തിരിയായിട്ടാണ് വീട്ടേണ്ടത് സക്കാത്ത്. റവാഹു തിർമിദി അബൂ ദാവൂദ വൻ സഹ്ൽ ബിൻ അബീ ഹസമ അൻ ഹദ്ദസ, സഹ്ൽ റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബിതങ്ങളായിരുന്നു, യഖൂലു പറയുന്നവരായിരുന്നു, ഇദാ ഖറസ്തും ഫഖുദൂ ഔ ദഉ അസുലുസാ, നിങ്ങൾ ഖർസ് കണക്കാക്കി കഴിഞ്ഞാൽ ഫഖുദൂ, നിങ്ങൾ ഇതെടുത്തോളൂ, വദഉ, നിങ്ങൾ ഒഴിച്ചിട്ടും ചെയ്തോളൂ, അസുലുസാ, 3/1. ഫൈലം തദഉ സുലുസാ, ഇനി 3/1 ഒഴിച്ചിടാൻ നിങ്ങൾക്ക് മനസ്സരുന്നില്ലെങ്കിൽ ഫദഉ റുബഅ, 4/1 ഒഴിച്ചിട്ടൊക്കെണ്ടി. റവാഹു തിർമിദി അബൂ ദാവൂദ് വന്നസായി, ഒന്നായിട്ട് പള്ളയിക്കാക്കണ്ട, വിട്ട് ഒഴിവാക്കും വേണ്ട. വൻ ആയിഷ റളിയല്ലാഹു അൻഹാ കാലത്ത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്അസു അബ്ദുല്ലാഹി ഇബ്നു റവാഹ, ബഹുമാനപ്പെട്ട ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂൽ പറഞ്ഞയക്കാറുണ്ടായിരുന്നു, ഇലാ യഹൂദിയും ജൂതിൻ്റെ അടുത്തേക്ക്, ഫയഖുർസുൻ നഖ്ല, ഈ ഈന്തപ്പന മരത്തിന് ഖർസ് കണക്കാക്കും, ഹീന യതീബു, അത് നല്ല ശുദ്ധമായി നിൽക്കുന്ന നേരത്ത്, ക്ലിയറായി നിൽക്കുന്ന സമയത്ത്, ഖബലായി യുക്കല മിൻഹു, അതിൽ നിന്നും ഭക്ഷിക്കപ്പെടുന്നതിൻ്റെ മുമ്പ്. റവാഹു അബൂ ദാവൂദ, ഖർസ് കണക്കാക്കുന്നതിന് മുമ്പ് മുതലാളിക്ക് മാതിരി വെക്കാൻ പറ്റൂല, നിയമണ്ടേ. വാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തേനിൻ്റെ കാര്യത്തിൽ പറഞ്ഞു ഫീ കുല്ലി അശറത്തി അസുക്കിൻ സിക്കുൻ, എല്ലാ ഓരോ തോൽവട്ടിക്കും ഒരു വട്ടിയുണ്ട്. അതൊരു പാത്രമാണ്, ഓൽക്ക് പരിചയമുള്ളതായിരിക്കുന്ന ഒരു പാത്രമാണത്. പിന്നെ റവാഹു തുർമുദിയു വകാല ബിസ്നാദിഹി, അതിൻ്റെ പരമ്പരയിലുണ്ട് മക്കാലും കുറച്ച് പറയാനുണ്ട്. പറയാനുള്ള എന്താ അറിയോ, വല സിഹു അനി നബി, മുത്തരിബിനെ തൊട്ട് സഹിയായി കിട്ടിയിട്ടില്ല. ഫിഹാദൽ ബാബി, ഈ തേനിൻ്റെ കാര്യത്തിൽ കഥീറു ഷൈൻ, കൂടുതൽ വസ്തുക്കളൊന്നും സഹിയായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ മദ്ഹബിലെന്തില്ല, തേനെന്തില്ല, ഷാഫി മദ്ഹബിലെന്തില്ല, സക്കാത്തില്ല. വൻ സൈനബ ഇമ്രാത്തി അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ, കാലത്ത് സൈനബ് ബി പറയാൻ, സൈനബ എന്ന് പറയുന്നത് കേട്ടോ, സൈനബ് എന്നാ പറയുന്നത്. ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഒരു പ്രസംഗം നടത്തി. പലവട്ടം വന്നിന് ഹദീസ് വകാല, അള്ളാഹ് റസൂല പ്രസംഗത്തിൽ പറഞ്ഞു, യാ മഅശറൻ നിസായ, സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ സദഖ ചെയ്യണേ, വലൂമിൻ ഹുലീകുന്ന, നിങ്ങൾ ആഭരണത്തിനാണെങ്കിലും ശരി, ചില്ലറ പൈസ ആണെങ്കിലും ശരി, പറഞ്ഞ മാതിരിയാണ്, ആഭരണമാണെങ്കിലും ശരി. എല്ലാം വരും ഓർക്ക് എന്തൊരു ഇത്, ആഭരണം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. മുത്തരബി സോപ്പ് വെക്കണം നിങ്ങൾ, എന്താ പറഞ്ഞത്, ആഭരണമാണെങ്കിലും മതി. ഇങ്ങോട്ട് ഫൈന്ന കുന്ന, പെണ്ണുങ്ങളെ നിങ്ങൾ അക്സറു അഹ്ലി ജഹന്നമ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ജഹന്നമിനകൽ അക്സറാണ് കേട്ടോ. നല്ല ആഭരണം കൊടുത്തിട്ടുള്ള നിങ്ങളെ കയ്യിൽ കൈവശമുള്ളെങ്കിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ, കൗത്തിലും കാതിലും കയ്യിലും ഉണ്ടാവുമല്ലോ, എപ്പോഴും ഒന്നുമില്ലെങ്കിലും മോതിരെങ്കിലും ഉണ്ടാവുമല്ലോ. അതാണെങ്കിലും കൊടുത്തിട്ടെങ്കിലും നിരക്കം കാത്തോളി എന്നർത്ഥം. നിർവാഹത്തുർ മുദിവൻ അംരി ബിൻ ശുഐബിൻ നബിഹിൻ ജദ്ദിഹി അന്നമ്രതൈനിയത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് സ്ത്രീകൾ മുത്തുബി ഹദറത്തിൽ വന്നു. വഫി ഐദീഹിമാ സിവാറാനി മിൻ ദാബി, രണ്ടാളെ കൈകളിലും എന്തുണ്ട്, സ്വർണ്ണവളയുണ്ട്. ഫഖാല ലഹുമാ, അവരോട് തങ്ങൾ പറഞ്ഞു, തുയദ്ദിയാനി സകാത്തഹു, സകാത്ത് വീട്ടണട്ടോ എന്ന് പറഞ്ഞു. കാലത്ത് അപ്പം ആ പെണ്ണുങ്ങൾ പറഞ്ഞു ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. ഈ ഹദീസിൻ്റെ ഫുള്ള് അവസാനം പരമതിരിട്ടോ, ഈ ഹദീസ് കേട്ടുകാണ്ട് വേദന നിൽക്കണ്ട. ഫഖാല ലഹുമാ റസൂലുള്ളാഹി പറഞ്ഞത്, അതുഹിബ്ബാനി, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, അന്തു യുസവ്വിറാക്കും അല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് ധരിപ്പിക്കാൻ, ബിസിവാറൈനി മിന്നാർ, തീയിനാൽ രണ്ട് വളകളെ കൊണ്ട് വളട്ട് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? കാലത്താല പോലില്ല എന്ന് പറഞ്ഞു. കാല അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫദ്ദിയ സക്കാത്തുഹു, സക്കാത്ത് വീട്ടണം. റോത്തുമുദിയോ കാല, ഹദീസിന് ഇതൊരു ഹദീസാണ്. കത് റവൽ മുസന്നബിൻ സബാഹു അംരി ബിൻ ശുഐബിൻ നഹ്വഹാദ, അംരി ശുഐബിനെ തൊട്ട് മുസന്നബിൻ സബാഹ് ഇതിൻ്റെ മിസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാബു അവൽ മുസന്നബിൻ സബാഹ് വാബു ലഹിയ യുളഅഫാനി ഫിൽ ഹദീസ്, പരമ്പരയിലുള്ള മുസന്നബിൻ സബാഹും ഇബ്നു ലഹിയത്തും ഹദീസിൽ ദുർബലമാക്കപ്പെടുന്നവരാണ്. പിന്നെ വലായസുഫി ആദൽ ബാബി, ഈ അതിൻ്റെ ആഭരണത്തിൻ്റെ കയ്യിൽ ധരിച്ച വളൻ്റെ കാര്യത്തിലുണ്ടല്ലോ, സഹിയായി കിട്ടിയിട്ടില്ല. മുത്തനബിനെ തൊട്ട് ഒരു ഷെയ്യും സഹിയായി കിട്ടിയിട്ടില്ല. പന്നുമ്മ സലമ റളിയല്ലാഹു അൻഹാ കാലത്ത് കുന്തു അൽബസു ഔളാഹൻ മിൻ ദഹബിൻ, സ്വർണ്ണത്തിനാലുള്ളതാ ധരിക്കുന്ന വളഹ് എന്ന് പറയുന്ന ആഭരണം ഞാൻ ധരിക്കാറുണ്ടായിരുന്നു. ഫഖുൽത്തു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, റസൂലേ, അകൻസുൻ ഹുവ, ഖുർആനിൽ പറഞ്ഞ അല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ എന്ന് പറഞ്ഞ കൻസ് പെടും അത് എന്ന് ചോദിച്ചു. ഫഖാല മാ ബലഗാൻ തുഅദ്ദിയ സകാതഹു ഫസക്കി ഫലൈസ ബികൻസിൻ, ഫസുക്കിയ എന്നല്ലേ, മാ വല്ല വസ്തുവും ബലഗാത്തി ജലാൻ തുഅദ്ദിയ സകാതഹു, സകാത്ത് എത്തിക്കലിനെ എത്തിച്ചാൽ, ഫസുക്കിയ സകാത്ത് കൊടുക്കപ്പെടുകയും ചെയ്താൽ, ഫലൈസ ബി കൻസിൻ, പിന്നെ അതിന് കൻസ് എന്ന് പറയാൻ പറ്റൂല. റവാഹു മാലികുൻ വഅബൂ ദാവൂദ. വൻ സുമ്രത്ത് ബിൻ ജുന്ദുബിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന, നബിതങ്ങളായിരുന്നു, യഅ്മുറുന അൻ നുഖ്രിജ സദഖത മിനല്ലദീ നുഇദ്ദു ലിൽബൈഇ, വിൽക്കാൻ വേണ്ടിങ്ങാണ്ട് അല്ല കച്ചവടത്തിന് വേണ്ടി ഒരുക്കി വെച്ചതിൽ നിന്ന് സക്കാത്ത് പുറപ്പെടുവിക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു. റവാഹു അബൂ ദാവൂദ. അപ്പോൾ കച്ചവടക്കാർക്ക് സക്കാത്ത് ഉണ്ട് എന്ന് ഹദീസ് ഒന്ന് വരുന്നുണ്ട്. വൻ റബിയത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ ഗൈരി വാഹിദിൻ, ഒന്നിലധികം സഹബാക്കളെ തൊട്ട് റബിയത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹിൻ്റെ റസൂല്, പിന്നെ എന്താണ്
അഖ്താലി ബിലാലുൽ ഹാരിസിൽ മുസിനി, ബഹുമാനവിടെ ബിലാലുൽ ഹാരിസിൽ മുസിനി എന്നവർക്ക് മുറിച്ചു കൊടുത്തു. മആദിനൽ കബലിയത്തി, കബലിയത്തി, മആദിൻ ഖനനം ചെയ്യുന്ന സ്ഥലേ, ഏത് സ്വർണം വെള്ളിക്ക് ഖനനം ചെയ്തിരുന്ന സ്ഥലമല്ലേ, മആദിനെ മുറിച്ചു കൊടുത്തു. അൽ കബലിയത്തി, കബലിയത്താണെങ്കിൽ സമുദ്രത്തിൻ്റെ തീരത്തുള്ളതായിരിക്കുന്ന ഒരു ഏരിയയാണത്. അവിടുത്തെ നിന്ന് കബലിയത്തിൽ അവിടെ തന്നെ പറഞ്ഞത് വാക്കിൽ പറഞ്ഞതാ വയ്യമിൻ നാഹിയത്തിൽ ഫർഈ, അത് ഫറ എന്ന സ്ഥലത്തിൻ്റെ ഒരു ചാരത്തുള്ള ഒരു സ്ഥലമാണ് കബലിയ. ആ കബലിയുള്ളതായിരിക്കുന്ന മഅദിനുകൾ ആ ബിലാൽ ഇബ്നു ഹാരിസ് മുസ്നിക്ക് മുറിച്ചു കൊടുത്തു. ഫതിൽക്കൽ മഅദിനു, ആ മഅദിനുകൾ, ആ ഖനനം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ലാ തുഖദു മിന്നാ ഇല്ലൽ സക്കാത്തു ഇലൽ യൗം, അവിടെ നിന്ന് പിടിക്കപ്പെടാറില്ല സക്കാത്തല്ലാതെ, ഇലൽ യൗമി, ഇന്നേ വരെ. റവാഹു അബൂ ദാവൂദ. സക്കാത്തുണ്ട്, ആ ഒരു ചെറിയ ഫസലാണ്. അൽ ഫസ്ലു സാലിസു അൻ അലി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ലൈസ ഫിൽ ഖദറാവാതി സദഖത്തുൻ, പച്ചക്കറികളിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. വലാ ഫിൽ അറായ, അറായയിലും ഇല്ല സക്കാത്തും, സക്കാത്തില്ല. അപ്പോൾ സക്കാത്തില്ലാത്താണ് പറഞ്ഞത്, പച്ചക്കറികൾ സക്കാത്തില്ല. വലാ ഫിൽ അറായ സദഖ, വേറാക്ക് പണം കഴിക്കാൻ വേണ്ടി ഇങ്ങാണ്ട് തോട്ടം ഒഴിഞ്ഞു കൊടുത്താൽ അതിലും സക്കാത്തില്ല. വലാഫി അക്കല്ല മിൻ ഹംസത്തി ഔസുക്കിൻ, 5 വസ്കിൻ്റെ താഴെയുള്ളതാണ് പഴം കിട്ടിയിട്ടുള്ളെങ്കിലും അതിലും സക്കാത്തില്ല, സദഖത്തും സദഖല്ല. വലാഫിൽ ഹവാമിലി, ഭാരം ചുമക്കുന്നത് അതായിരിക്കുന്ന നാക്കാലികളിലില്ല സദഖത്തും സദഖത്ത് അതല്ല. വലാഫിൽ ജബുഹത്തി സദഖ, ജബുഹയിലും സക്കാത്തില്ല. എന്താ ജബുഹ എന്നാൽ കാല സക്രു, റിപ്പോർട്ടറാവുന്ന സക്ർ പറയാണ്. അൽ ജബുഹത്തു, ജബുഹ എന്ന് പറഞ്ഞാൽ ഹൈലുൽ ബിഗാലു അൽ നബീദ്, കുതിരയും അതുപോലെ തന്നെ കഴുതയും പിന്നെ അടിമകളുമാണ്. ദവാദാറക്കുത്തിനിയോ വാൻ താവൂസിൻ അന്നർ മുആദ് ഇബ്നു ജബൽ നുതിയ ബി വഖ്സിൻ അല്ലേ അൽ ബക്കരി ഫഖാല ലഹു യഉമുർനി ഫീഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൈഇൻ. ഫർളിൻ്റെ പരിധി എത്താത്ത കുറച്ചെണ്ണം ഉള്ളെങ്കിൽ അതിൻ്റെ പേരാണ് എന്താ പറയല്, ബക്കറിൻ്റെ കൂട്ടത്തിൽ, ബക്കറിൻ്റെ മാടിൻ്റെ കൂട്ടത്തിൽ നിന്ന് കുറച്ചിന് കൊണ്ടുവരപ്പെട്ടു. ഫഖാല ലം യമുർനി ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൈഇൻ, ഇങ്ങനെ പിന്നെ വഖ്സുള്ളെങ്കിൽ പിന്നെ മുത്തനബി പിന്നീട് ഒന്നും കൽപ്പിച്ചിട്ടില്ല പറഞ്ഞു. ഷാഫിയു ഫഖാല അൽ വഖ്സു, ഇമാം ഷാഫി പറഞ്ഞു വഖ്സ് എന്ന് പറഞ്ഞാൽ മാലം യബ്ലുഗിൽ ഫരീള, സക്കാത്ത് ഫർള എന്ന പരിധി എത്തിക്കാത്തതിൻ്റെ പേരാണെന്ത്, വഖ്സ് എന്ന് പറഞ്ഞത്.